നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സൈ ഹണ്ട്. കാസർഗോഡ് ജില്ലയിൽ വ്യാപക പരിശോധന. 38 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 38 പേർ പിടിയിൽ. സുഹാസ് ഷെട്ടി കൊലക്കേസ്. 11 PFI നേതാക്കളെ പ്രതികളാക്കി NIA കുറ്റപത്രം സമർപ്പിച്ചു. വലിയപറമ്പ് ഇടയിലക്കാട്ടെ സ്വയം സംരംഭകന്റെ ആത്മഹത്യ. ചിലരുടെ ഇടപെടലാണ് പിതാവിന്റെ മരണത്തിനുള്ള സാഹചര്യം ഒരുക്കിയതെന്ന് മക്കൾ. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ. വിദ്യാനഗർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ തൊഴിൽ പൊലിമ മെഗാ തൊഴിൽ മേള ശനിയാഴ്ച. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം AK ആന്റണിയുടെ പദ്ധതി എന്ന പ്രതിപക്ഷവാദം തെറ്റെന്ന് മന്ത്രി KN ബാലഗോപാൽ. എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നും മന്ത്രി. ജില്ലാ പഞ്ചായത്തിന്റെ വികസന സെമിനാർ പടവുകൾ 2025 ചെർക്കളയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ സവിശേഷതയുള്ളതെന്ന് മന്ത്രി J ചിഞ്ചുറാണി. കാസർഗോഡ് മത്സ്യബന്ധന തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നേരിട്ടെത്തി അവലോകനം ചെയ്തു. ജീവനക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മന്ത്രി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സൈ ഹണ്ട്. കാസർഗോഡ് ജില്ലയിൽ വ്യാപക പരിശോധന. 38 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 38 പേർ പിടിയിലാവുകയും ചെയ്തു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് കാസർഗോഡ് ജില്ലയിലും വ്യാപക റെയ്ഡ്. ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭരത് റെഡ്ഡി IPSന്റെ മേൽനോട്ടത്തിൽ 112 ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. സബ് ഡിവിഷണൽ DYSP, ASP എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ SHOമാർ അടങ്ങുന്ന സംഘം, ജില്ലാ സൈബർ ക്രൈം പോലീസ്, സൈബർ സെൽ എന്നിവരുടെ സഹായത്തോടെ ഇന്നലെ മുതലാണ് റെയ്ഡ് ആരംഭിച്ചത്. ഇതിൽ 38 കേസുകൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുകയും 38 പേരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. 10 കേസുകൾ ആദ്യ ദിനത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തു. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ സൈബർ വിദഗ്ധരുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയാണ് റെയ്ഡ്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരുവിലെ ബജരംഗദൾ നേതാവ് സുഹാസ് ഷെട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ 11 PFI നേതാക്കളെ പ്രതികളാക്കി NIA കുറ്റപത്രം സമർപ്പിച്ചു. ബംഗളൂരുവിലെ NIAയുടെ പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. മംഗളൂരു ബജ്പേയിലെ ബജരംഗദൾ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതക കേസിൽ അറസ്റ്റിലായ 11 പ്രതികൾക്കെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചു. ബംഗളൂരുവിലെ പ്രത്യേക NIA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് NIA കേസ് ഏറ്റെടുത്തത്. കൊലപാതകത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നാണ് NIA ആരോപിക്കുന്നത്. സുഹാസ് ഷെട്ടിയുടെ പ്രവർത്തനങ്ങൾ പ്രതികൾ നിരവധി മാസങ്ങളായി സൂക്ഷ്മമായി നിരീക്ഷിച്ചുവെന്നും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 7 പ്രതികൾ 2 കാറുകളിലായി സുഹാസിന്റെ ടൊയോട്ട ഇന്നോവയെ പിന്തുടർന്നുവെന്നും NIA കുറ്റപത്രത്തിൽ പറയുന്നു. സുഹാസ് ഓടിച്ചിരുന്ന കാറിൽ പ്രതികൾ മനഃപൂർവ്വം അപകടം വരുത്തി. തുടർന്ന് മറ്റൊരു വാഹനം മനഃപൂർവ്വം ഇടിച്ചു കയറ്റി. അതുവഴി സുഹാസ് ഷെട്ടിക്കും സുഹൃത്തുക്കൾക്കും രക്ഷപ്പെടുവാനുള്ള എല്ലാ വഴികളും അടച്ചു. സുഹാസ് ഷെട്ടിയെ കാൽനടയായി ഓടിച്ച് പിന്തുടർന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നുവെന്നും NIA കുറ്റപത്രത്തിൽ പറയുന്നു. അബ്ദുൽ സഫ്വാൻ എന്ന കലവരു സഫ്വാൻ, നിയാസ് എന്ന നിയ, മുഹമ്മദ് മുസമീർ, നൌഷാദ് എന്നിവർ ചേർന്നാണ് ആക്രമണ പദ്ധതി തയ്യാറാക്കിയത്. പ്രതിയായ ആദിൽ എന്ന ആദിൽ മെഹറൂഫ് ശത്രുത മുതലെടുത്ത് കൃത്യം നൽകുന്നതിനായി പണം നൽകിയിരുന്നു. ഈ പണം ഉപയോഗിച്ചാണ് മറ്റ് പ്രതികളെ റിക്രൂട്ട് ചെയ്തതെന്നും NIA പറയുന്നു. കലന്തർ ഷാഫി എന്ന മണ്ടേ ഷാഫി, M നാഗരാജ എന്ന നാഗ എന്ന അപ്പു, രഞ്ജിത്ത്, റിജു എന്ന മുഹമ്മദ് റിസ്വാൻ, അസറുദ്ദീൻ എന്ന അസർ, അബ്ദുൽ ഖാദർ എന്ന നൌഫൽ എന്നിവരെയാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റിലായ മറ്റൊരു പ്രതിയായ അബ്ദുൽ റസാഖിനെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണ്. മെയ് 1 രാത്രിയിലാണ് സുഹാസ് ഷെട്ടിയെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. സുഹാസിന്റെ കാറിൽ പിക്കപ്പ് ട്രക്ക് ഇടിക്കുകയും പിന്നീട് മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കടുത്ത മാനസിക പീഡനമാണ് വലിയപറമ്പ് ഇടയിലക്കാട്ടിലെ സ്വയം സംരംഭകന്റെ ആത്മഹത്യയ്ക്ക് പിന്നിലെന്ന് ആരോപണമുയർന്നു. പഞ്ചായത്ത് അധികൃതരുടെയും ഇടയിലക്കാട്ടെ ചിലരുടെയും ഇടപെടൽ മൂലമാണ് പിതാവിന്റെ മരണത്തിന് സാഹചര്യമൊരുങ്ങിയതെന്ന് മക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു.
36 വർഷമായി കോഴി ഫാം നടത്തി കുടുംബം പോറ്റുന്ന വലിയപറമ്പ് ഇടയിലക്കാട്ടെ ഒ പവിത്രനെ ഒക്ടോബർ 23 ബുധനാഴ്ചയാണ് കവ്വായി കായലോരത്ത് തൃക്കരിപ്പൂർ ആയിറ്റിയിൽ കണ്ടൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അച്ഛൻ നടത്തിവരുന്ന ഫാമിനെതിരെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ 38 പേരുൾപ്പെടുന്ന പരാതി നൽകിയ സംഭവത്തിന് പിന്നിൽ വ്യാജ ഒപ്പുകൾ ഇട്ടാണെന്നും ഫാം അടപ്പിച്ചതിൽ മാനസികമായി തളർന്നുപോയതായും തന്നോട് പറഞ്ഞുവെന്ന് ചിക്മംഗ്ലൂരു ശൃംഗേരിയിൽ 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മകൾ അഖിത പറഞ്ഞു. സ്വയം സംരംഭം നടത്തുന്നതിനുള്ള ലൈസൻസ് ഉൾപ്പെടെ എടുത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഫാം പൂട്ടിക്കുവാനായി നടന്ന ഗൂഢാലോചനയാണ് അച്ഛൻ്റെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും മകൻ +2 വിദ്യാർത്ഥി അവിനാശും പറഞ്ഞു. 23 ഇടയിലക്കാട്ടെ വീട്ടിൽ നിന്നിറങ്ങിയ പവിത്രനെ 24 ഉച്ചകഴിഞ്ഞാണ് കവ്വായി കായലിനരികിലൂടെയുള്ള തൃക്കരിപ്പൂർ വെള്ളാപ്പ് ആയിറ്റി റോഡിലെ ഉപ്പട്ടി മരത്തിന് മുകളിൽ തൂങ്ങി മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടത്. കണ്ടൽക്കാട്ടിനടുത്തെ റോഡരികിൽ പവിത്രൻ സഞ്ചരിച്ച ബൈക്ക് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവിടെ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഉപ്പട്ടി മരത്തിൻ്റെ മുകൾ ചില്ലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. സംഭവം സംബന്ധിച്ച് ചന്ദേര പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. നിരന്തരം മാനസിക പീഡനം നടത്തിയവർക്കെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യമാണ് മകൾ അഖിത ചന്ദേര പോലീസ് ഇൻസ്പെക്ടർക്ക് നൽകിയ പരാതിയിലുള്ളത്. പല ആരോഗ്യ വകുപ്പിന്ന് പൊല്യൂഷന്റെ അവര് ഒരു ദിവസം എന്റെ വീട്ടിൽ അവർ വരാത്ത ദിവസം ഉണ്ടായിട്ടില്ല. അവര് നമ്മളെ ബന്ധുവായിട്ടും വരും. ഒരു കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ശരിയാക്കാൻ പറ്റുമായിരിക്കും. അവർ ചെയ്തിനൊക്കെ എന്റെ അച്ഛൻ കൂടി ഉണ്ടാവൂലേ? ഒരു ഇടപെടലും പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ല. ഉറങ്ങിയിട്ടെന്നറിയാം, ഉറക്കില്ല, ഭക്ഷണമില്ല, നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ടായ ആളാണ്. പകുതിയായി. വാർത്താ സമ്മേളനത്തിൽ പവിത്രന്റെ മക്കൾക്കൊപ്പം BJP നേതാക്കളായ TV ഷിബിൻ, M ഭാസ്കരൻ, PK സത്യൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി കാസർഗോട്ട് തൊഴിൽ പൊലിമ എന്ന പേരിൽ മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കും. ജില്ലാ പഞ്ചായത്ത്, കുടുംബശ്രീ ജില്ലാ മിഷൻ, അസാപ് എന്നിവയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വിദ്യാനഗർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് മേള. രാവിലെ 9:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്കിംഗ്, IT, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, സർവീസ് തുടങ്ങി 1000-ലധികം ഒഴിവുകളുണ്ട്. ലിങ്ക് ഗ്രൂപ്പ്, ടെക് മഹീന്ദ്ര, മുത്തൂറ്റ് ഫിൻകോർപ്പ്, ബില്യാർഡ് ഇന്റർനാഷണൽ സ്കൂൾ തുടങ്ങിയ 30ഓളം സ്ഥാപനങ്ങൾ മേളയിൽ പങ്കെടുക്കും. ജൂലൈയിൽ ആരംഭിച്ച ക്യാമ്പയിനിന്റെ ഭാഗമായി ഇതുവരെ 6000-ഓളം തൊഴിലവസരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. പങ്കെടുക്കുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, അസൽ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം തത്സമയം രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമുണ്ട്. ഇതിനകം ജില്ലയിലെ 35 ഗ്രാമപഞ്ചായത്തുകളിലും കാഞ്ഞങ്ങാട് നഗരസഭയിലും വിജ്ഞാന കേരളം പ്രാദേശിക തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. DWMS പോർട്ടൽ വഴിയുള്ള മിനി തൊഴിൽ മേളകൾ പരപ്പ, കാഞ്ഞങ്ങാട്, നീലേശ്വരം, കാറടുക്ക ബ്ലോക്കുകളിലും നീലേശ്വരം, കാസർഗോഡ് നഗരസഭകളിലും ചെമ്മനാട്, പള്ളിക്കര പഞ്ചായത്തുകളിലും പൂർത്തീകരിച്ചു. ജോബ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള കരിയർ ബ്രിഡ്ജ് പ്രോഗ്രാമിൻ്റെ ഭാഗമായുള്ള അഭിമുഖം കാഞ്ഞങ്ങാട് നഗരസഭ, നീലേശ്വരം, കാസർഗോഡ്, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആരംഭിച്ചു. നിലവിൽ 5357 ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൽകാൻ സാധിച്ചിട്ടുണ്ട്. 1320 പേർ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിലും നഗരസഭകളിലും പ്രവർത്തിക്കുന്ന ജോബ് സ്റ്റേഷനുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം അഭിമുഖം നടത്തി തൊഴിൽ നൽകാനുള്ള പ്രോഗ്രാം കരിയർ ബ്രിഡ്ജ് നവംബർ മുതൽ സജീവമാകുമെന്നും അധികൃതർ അറിയിച്ചു. വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിൻ പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് നൈപുണി പരിശീലനത്തിലൂടെ പരമാവധി പേർക്ക് തൊഴിൽ ലഭ്യമാക്കുക, ഇതാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മുടെ ജില്ലയിൽ 35 ഗ്രാമപഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലും പ്രാദേശികമായിട്ടുള്ള തൊഴിൽ മേളകൾ സംഘടിപ്പിക്കപ്പെട്ടു. DWMS ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നൊരു പോർട്ടൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു വിശാലമായ ഒരു ഓൺലൈൻ പോർട്ടലാണ് DWMS. എല്ലാവർക്കും അറിയാം, ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ ഒരു
പ്ലാറ്റ്ഫോം വഴിയാണ് തൊഴിൽ അന്വേഷകരെയും തൊഴിൽ ദാതാക്കളെയും കണക്ട് ചെയ്യുന്നത് സർക്കാർ. തൊഴിൽ അന്വേഷകർക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം, തൊഴിൽ ദാതാക്കൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം. അത്തരത്തിലുള്ള ആ പോർട്ടൽ വഴി DWMS എന്ന പോർട്ടൽ വഴി ജില്ലയിൽ ഒക്ടോബർ 4 മുതൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുകയാണ്. ജില്ലാ മിഷൻ കോർഡിനേറ്റർ KP രഞ്ജിത്ത്, പ്രോഗ്രാം മാനേജർ C കൃപ്ന, ലിജിൻ ലക്ഷ്മണൻ, നിഖില മോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം AK ആന്റണിയുടെ പദ്ധതി എന്ന പ്രതിപക്ഷവാദം തെറ്റെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഇങ്ങനെയൊരു പദ്ധതി UDF സർക്കാർ നടപ്പിലാക്കിയിരുന്നു എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. എല്ലാ പദ്ധതികളും പോലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും സുതാര്യമാണ്. എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാലും അങ്ങനൊരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ അറിയുന്നത് നല്ലതാണ്. അതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. കാരണം ഇതുവരെ ആരും പറയുന്നത് കേട്ടിട്ടില്ല. പ്രഖ്യാപനം വരുന്നിപ്പോൾ 4 വർഷമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ശ്രമം നടക്കുന്നത്. ഞങ്ങളെല്ലാം കഴിഞ്ഞ നിയമസഭയിൽ എലക്ട് ചെയ്യപ്പെട്ടിട്ട് ആദ്യത്തെ ക്യാബിനറ്റിൽ, മന്ത്രിമാരുടെ ആദ്യത്തെ ക്യാബിനറ്റിൽ പോകുമ്പോൾ അന്ന് വെച്ചൊരു അജണ്ടയാണ് അതിദാരിദ്ര്യത്തെ സംബന്ധിച്ച് നമ്മൾ പഠനം നടത്തണം, അത് പരിഹരിക്കാനുള്ള നടപടി വേണം. അപ്പോൾ അത് സംബന്ധിച്ചൊരു സർവേ നടന്നു. സർവേ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘമായ സർവേ എടുത്തിട്ടാണ്, 5-6 മാസം എടുത്തിട്ടാണ്, 1 വർഷം വരെ എടുത്തു. ജില്ലാ തലത്തിൽ അതിൻ്റെ പഠനം നടന്നു. ബഡ്ജറ്റ് വന്നപ്പോൾ അതിനകത്ത് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പഠനം വെച്ചു. ഒന്ന് MV ഗോവിന്ദൻ മാഷാണ് വകുപ്പിൻ്റെ മന്ത്രി. അതിനുശേഷം ശ്രീ MB രാജേഷ് വന്നു. ഈ സമയത്തൊക്കെ ഓരോ ഘട്ടങ്ങളിലും ബഡ്ജറ്റിൽ തന്നെ പ്രത്യേക പ്രൊവിഷൻ വെച്ചു. അതിദാരിദ്ര്യത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ വിലയിരുത്തൽ തന്നെ പിന്നെ കേരളത്തിൻ്റെ രീതി സങ്കീർണമാണ്. വെറും ഭക്ഷണം കിട്ടുന്ന മാത്രമൊന്നുമല്ല അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. ജില്ലാ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ സവിശേഷതയുള്ളതെന്ന് മന്ത്രി J ചിഞ്ചുറാണി ചെർക്കള IMAX ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ വികസന സെമിനാർ പടവുകൾ 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിവിധ വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തെ ഓരോ പഞ്ചായത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും വ്യത്യസ്തവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നതെന്നും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി പറഞ്ഞു. ചെർക്കള IMAX ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ വികസന സെമിനാർ പടവുകൾ 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം വികസന സദസ്സുകളായി ഉത്സവങ്ങൾ നടന്നുവരികയാണ്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തിയ പ്രവർത്തനങ്ങൾ മികച്ചവയാണെന്നും മന്ത്രി പറഞ്ഞു. വിവിധ മേഖലകളിൽ 6 അവാർഡുകൾ ഏറ്റുവാങ്ങുവാൻ കഴിഞ്ഞ ഒരു ജില്ലാ പഞ്ചായത്ത് കൂടിയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരുപക്ഷെ അത്തരത്തിലുള്ള അവാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഏറ്റവും നല്ല വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ അവാർഡുകൾ ജില്ലാ പഞ്ചായത്തിന് കൈവന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ 6 അവാർഡുകൾ നേടി ദേശീയ അന്തർദേശീയ ശ്രദ്ധ നേടി ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വെളിച്ചം പകർന്ന ജില്ലാ പഞ്ചായത്തിനെ കാസർഗോഡ് പൗരാവലി ആദരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ചെർക്കള ടൗണിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് കാസർഗോഡ് പൗരാവലി സ്വീകരണം നൽകി. മികച്ച സേവനത്തിന് ജില്ലയിലെ MLA-മാർക്ക് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. MLA-മാരായ CH കുഞ്ഞമ്പു, E ചന്ദ്രശേഖരൻ എന്നിവർ അനുമോദനം ഏറ്റുവാങ്ങി. ജില്ലയെ അതിദരിദ്രമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകൾ, നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾ, പഞ്ചായത്തുകളിലെ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ആദരവ് നൽകി. ഡോക്ടറേറ്റ് നേടിയ KCCPL മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ എന്നിവരെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെർക്കള. കാസർഗോഡ് മത്സ്യബന്ധന തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ നേരിട്ടെത്തി അവലോകനം ചെയ്തു. പ്രവൃത്തി പുരോഗമിക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച് ജീവനക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മന്ത്രി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കാസർഗോഡ് മത്സ്യബന്ധന തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുവാനെത്തിയ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അനുഗമിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KK രൂപേഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ബാബുമോൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ M രാജീവൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KA ലബീബ്, എക്സ്റ്റൻഷൻ ഓഫീസർ ചന്ദന ദിനകരൻ എന്നിവരാണ് ഒപ്പമുണ്ടായിരുന്നത്.
ജനപ്രതിനിധികളും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഭാഗമായുള്ള മത്സ്യബന്ധന തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ 75% ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഇതുവരെ 51.63 കോടി രൂപ ചെലവഴിച്ചു. 2015 തുറമുഖ നിർമ്മാണം പൂർത്തിയായ ശേഷം പുലിമുട്ടുകൾക്കിടയിലൂടെ മത്സ്യബന്ധന ബോട്ടുകൾക്ക് സുഗമമായി ഹാർബറിലേക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന മത്സ്യത്തൊഴിലാളികളുടെ പരാതി പരിഹരിക്കാനാണ് 2ാം ഘട്ട വികസനം നടപ്പാക്കുന്നത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പൂനെയിലെ CWPRS നടത്തിയ മാതൃകാ പഠനത്തിന്റെ ശുപാർശ പ്രകാരം പുലിമുട്ടുകളുടെ നീളം വർദ്ധിപ്പിക്കാനും ബീച്ച് ലാൻഡിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാനും തീരുമാനിച്ചിരുന്നു. വടക്കേ പുലിമുട്ടിന് 360 മീറ്ററും തെക്കേ പുലിമുട്ടിന് 150 മീറ്ററും നീളം വെച്ച് പണിയുന്ന പ്രവൃത്തി പൂർത്തിയായി. ഇതിനായി 48.99 കോടി രൂപ ചെലവഴിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ പഞ്ചായത്ത് പാറക്കട്ടയിൽ നിർമ്മിച്ച വാതക ശ്മശാനത്തിന്റെ ഉദ്ഘാടനം നടന്നു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. മധൂർ പഞ്ചായത്ത് പാറക്കട്ടയിൽ നിർമ്മിച്ച വാതക ശ്മശാനത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K ഗോപാലകൃഷ്ണ, വൈസ് പ്രസിഡന്റ് സ്മിജ വിനോദ്, സ്ഥിരസമിതി അധ്യക്ഷരായ രാധാകൃഷ്ണ സൂർലു, യശോദ S നായിക്, ഉമേഷ് ഗട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുകുമാര കുദ്രേപ്പാടി, പഞ്ചായത്ത് അംഗങ്ങളായ നസീറ, C ഉദയകുമാർ, M ജലീൽ, ഹബീബ് ചെട്ടുംകുഴി, TK ജനനി, K രതീഷ്, CH ഉദയകുമാർ, സ്മിത സുധാകരൻ, സെക്രട്ടറി നീതു ഷിജിമോൻ എന്നിവർ പ്രസംഗിച്ചു. സ്വച്ഛ ഭാരത് മിഷൻ നരേന്ദ്രമോദിജി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ച അവസരത്തിൽ പലരും ഇതിനെ വളരെ ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ ഇന്ന് ജനങ്ങൾ മുഴുവൻ അതിനെ ഉൾക്കൊള്ളുകയാണ്. കാരണം നമ്മുടെ വെള്ളം ശുദ്ധമായിരിക്കണം, വായു ശുദ്ധമായിരിക്കണം, പ്രകൃതി ശുദ്ധമായിരിക്കണം, പരിസരം ശുദ്ധമായിരിക്കണം എന്നെല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ നിർബന്ധമുണ്ട്. അതുകൊണ്ട് സ്വച്ഛ ഭാരത് പദ്ധതി ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സിറ്റി ഗോൾഡ് ഹല കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് 2025 UAEയിലെ പ്രവാസി സംഗമ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചു. ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ നടന്ന കാസർഗോഡ് ജില്ലാക്കാരുടെ ആഗോള സംഗമം ജില്ലയുടെ സാംസ്കാരിക തനിമയും പ്രവാസി കൂട്ടായ്മയുടെ ശക്തിയും കാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയും വിളിച്ചോതുന്നതായി മാറി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കാസർഗോട്ടെയും പ്രവാസ ലോകത്തെയും പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിച്ചു. ഖാദർ തെരുവത്തിന് ലെഗസി ലെജൻഡ് അവാർഡ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ പത്മശ്രീ MA യൂസഫ് അലി സമ്മാനിച്ചു. ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീന് യൂണിറ്റി അംബാസിഡർ അവാർഡും യഹ്യ തളങ്കരയ്ക്ക് ഹ്യൂമാനിറ്റി ക്രൗൺ അവാർഡും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമ്മാനിച്ചു. MA യൂസഫ് അലി മുഖ്യ പ്രഭാഷണം നടത്തി. കാരുണ്യത്തിൻ്റെ പര്യായമാണ് KMCC എന്ന് ചടങ്ങിൽ സംസാരിച്ച PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹനീഫ് TR സ്വാഗതം പറഞ്ഞു. ET മുഹമ്മദ് ബഷീർ MP, PV അബ്ദുൽ വഹാബ് MP, PMA സലാം, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP, കലക്ടർ മാഹിൻ ഹാജി, A അബ്ദുറഹിമാൻ, PM മുനീർ ഹാജി, MLAമാരായ NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, KMCC നേതാക്കളായ പുത്തൂർ റഹ്മാൻ, നിസാർ തളങ്കര, ഡോക്ടർ അൻവർ അമീൻ, അബ്ദുല്ല ആറങ്ങാടി, ഹംസ തൊട്ടി, അഡ്വക്കേറ്റ് ഇബ്രാഹിം കലീൽ, അഫ്സൽ മെട്ടമ്മൽ, കരീം സിറ്റി ഗോൾഡ്, ലത്തീഫ് ഉപ്പളാഗേറ്റ്, PA സൽമാൻ ഇബ്രാഹിം, ഡോക്ടർ അബൂബക്കർ കുറ്റിക്കോൽ, ഷാഫി നാലപ്പാട്, ബഷീർ കിന്നിങ്കാർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ഇസ്മായിൽ നന്ദി പറഞ്ഞു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വ്യവസായ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു.
ഉച്ചയ്ക്ക് 12 മണി മുതൽ ആരംഭിച്ച ഫെസ്റ്റിൽ മാജിക് ഷോ, ഗെയിമുകൾ, മെഹന്തി ഫെസ്റ്റ്, ഒപ്പന, കോൽക്കളി എന്നിവയും തുടർന്ന് കണ്ണൂർ ഷെരീഫ് നയിച്ച ഇശൽ വിരുന്നും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 4 പതിറ്റാണ്ടായി മുടക്കമില്ലാതെ എല്ലാ വർഷവും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ സമൂഹ സദ്യ തയ്യാറാക്കി നൽകുകയാണ് ചെറുവത്തൂർ തുരുത്തി ഓർക്കുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ. നാട്ടുകാരും പ്രദേശത്തെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ സമൂഹ സദ്യയിൽ പങ്കാളികളായി. ഇന്ത്യയുടെ യശസ് ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്ന മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ആകസ്മിക വേർപാടിൽ നാടിൻ്റെ നെഞ്ചുരുകിയിരുന്നു 1984. രക്തസാക്ഷിത്വത്തിൻ്റെ 1 വർഷം പൂർത്തിയാകുന്ന 1985 ഒക്ടോബർ 31 ചെറുവത്തൂർ തുരുത്തി ഓർക്കുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി എടുത്ത തീരുമാനമാണ് 40 വർഷം പിന്നിടുമ്പോഴും മുടക്കമില്ലാതെ സമൂഹ സദ്യ നൽകി വരുന്നത്. ചോറും 4 കറികളും ഉൾപ്പെടുന്ന സദ്യയാണ് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാക്കി വിളമ്പിയത്. മുടക്കമില്ലാതെ 4 പതിറ്റാണ്ടായി സമൂഹ സദ്യ നൽകി വരുന്നുണ്ട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റികൾ. തുരുത്തി നിലമംഗലം ഓഡിറ്റോറിയത്തിൽ കാടങ്കോട്, തുരുത്തി പ്രദേശങ്ങളിലെ വിവിധ സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ 1500-ൽ പരം പേർക്കാണ് ഇത്തവണ സമൂഹ സദ്യ നൽകിയത്. കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ടി നാരായണൻ, വി രാജൻ എരിഞ്ഞിക്കൽ, KV കൃഷ്ണൻ, A കുഞ്ഞമ്പാടി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ സജീവ കോൺഗ്രസ് പ്രവർത്തകരാണ് ഭക്ഷണം തയ്യാറാക്കി നൽകിയത്. സമൂഹ സദ്യക്ക് മുൻപായി ഇന്ദിരാഗാന്ധിയുടെയും സർദാർ വല്ലഭായി പട്ടേലിൻ്റെയും അനുസ്മരണ ഭാഗമായി ഛായാചിത്രങ്ങളിൽ പുഷ്പാർച്ചനയും നടന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൃക്കരിപ്പൂർ സെൻറ് പോൾസ് AUP സ്കൂളിന് അനുവദിച്ച 10 ലാപ്ടോപ്പുകൾ സ്കൂളിന് നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപികയ്ക്ക് MLA ലാപ്ടോപ്പുകൾ കൈമാറി. വിദ്യാഭ്യാസ രംഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ട് തൃക്കരിപ്പൂർ സെൻറ് പോൾസ് AUP സ്കൂളിൽ സ്ഥാപിച്ച IT ലാബിലേക്കാണ് M രാജഗോപാലൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലാപ്ടോപ്പുകൾ കൈമാറിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക സിസ്റ്റർ ഷീന ജോർജിന് MLA ലാപ്ടോപ്പുകൾ കൈമാറി. സ്കൂൾ PTA പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം E ശശിധരൻ, PTA വൈസ് പ്രസിഡന്റ് KV ബാബു, മദർ PTA പ്രസിഡന്റ് AG ആയിഷ B, സ്റ്റാഫ് സെക്രട്ടറി സരിത ജേക്കബ്, KV മുരളി, MV ഫൈസൽ, N സുൽഫനാത്ത് എന്നിവർ സംസാരിച്ചു. നവംബർ 1 തീയതി അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. അത് കേരളം ഒരു രാജ്യമല്ലെന്നാണ് ഉറപ്പ്. ചൈനയുമായിട്ടാണ് ഇപ്പോൾ താരതമ്യം. ചൈനയിൽ മാത്രം അതിദരിദ്രരില്ലാത്ത സംവിധാനമാണ്. അപ്പോൾ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി നമ്മുടെ കുട്ടിക്കാലത്തെ സാധാരണ വീടുകളിൽ വലിയ കഷ്ടപ്പാടാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള സർക്കാർ പ്രഖ്യാപിച്ച വിവിധ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തിലും വർധനവിലും LDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് രാവണീശ്വരം മുക്കൂട് കേന്ദ്രീകരിച്ച CPIM രാവണീശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. സെക്രട്ടറി ഇൻചാർജ് O മോഹനൻ ഉദ്ഘാടനം ചെയ്തു. CPIM രാവണേശ്വരം ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടന്നു. കേരള സർക്കാർ പ്രഖ്യാപിച്ച വിവിധ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തിലും വർധനവിലുമാണ് LDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് രാവണേശ്വരം മുക്കൂട് കേന്ദ്രീകരിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തിയത്. സെക്രട്ടറി ഇൻചാർജ് O മോഹനൻ ഉദ്ഘാടനം ചെയ്തു. PA ശകുന്തള അധ്യക്ഷയായി. K ശശി രാവണേശ്വരം, MG പുഷ്പ, N ദീപുരാജ്, വിവേക് P, PK ബാലൻ, A ശ്രീധരൻ തണ്ണോട്ട്, M സുനിത, PV തങ്കമണി, സുകേഷ് മാക്കി എന്നിവർ സംസാരിച്ചു. C രവി സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മസ്തിഷ്കാഘാത രോഗികളുടെ മികച്ച മാനേജ്മെന്റിന് വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ നൽകുന്ന WSO ഏഞ്ചൽസ് അവാർഡ് കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക്. അവാർഡ് ലഭിച്ചതിൻ്റെ ആഘോഷം ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. ഇതോടൊപ്പം സ്ട്രോക്ക് അവയർനെസ് സെഷനും നടന്നു. എന്നെ നെല്ലിക്കുന്ന് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. മസ്തിഷ്കാഘാത രോഗികളുടെ മികച്ച മാനേജ്മെന്റിന് വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ WSO നൽകുന്ന WSO ഏഞ്ചൽസ് അവാർഡ് വജ്രവിഭാഗം കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ലഭിച്ചു.
2024 മികച്ച ആശുപത്രിക്കുള്ള WSOയുടെ പ്ലാറ്റിനം അവാർഡും വിൻടേജ് ആശുപത്രിക്ക് ലഭിച്ചിരുന്നു. ഈ വർഷവും WSOയുടെ ഏറ്റവും ഉന്നതമായ അവാർഡായ ഏഞ്ചൽസ് അവാർഡ് കൂടി ലഭിച്ചതോടെ തുടർച്ചയായ വർഷങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം എന്നിവിടങ്ങളിലെ ആദ്യത്തെ ആശുപത്രി എന്ന അംഗീകാരമാണ് വിൻടേജ് ആശുപത്രി കരസ്ഥമാക്കിയിരിക്കുന്നത്. WSOയുടെ സ്ട്രോക്ക് മാനേജ്മെൻറ്റിനുള്ള പദവി ലഭിച്ചത് അഭിമാനകരമായ കാര്യമാണെന്നും ഈ നേട്ടം ആശുപത്രിയുടെ യാത്രയിലെ ഒരു നാഴികക്കല്ലാണെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു. കൂടാതെ രോഗികൾക്ക് മികച്ച സേവനങ്ങൾ നൽകുന്നതിനായി ഡോക്ടർമാർ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വിൻടേജ് ആശുപത്രി സ്ട്രോക്ക് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും സാങ്കേതികമായി പുരോഗമിച്ച കേന്ദ്രങ്ങളിലൊന്നാണെന്നും ഈ മേഖലയിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ അറിയുന്ന പരിചയസമ്പന്നരായ മെഡിക്കൽ വിദഗ്ധരുടെ ഒരു സംഘം തന്നെ ആശുപത്രിയിലുണ്ടെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു. അവാർഡ് ലഭിച്ചതിൻ്റെ ആഘോഷം ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. ഇതോടൊപ്പം സ്ട്രോക്ക് അവയർനെസ് സെഷനും നടന്നു. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഷമീമും അതുപോലെ തന്നെ ഡോക്ടർ ഷമീമും ഡോക്ടർ ദാനിഷും ഒക്കെ സേവനം ചെയ്യുന്ന ആശുപത്രിക്ക് ഇതുപോലെയുള്ള അവാർഡുകൾ കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാറുള്ളത്. അപ്പോൾ ഞാൻ ഡോക്ടർ ഷമീമിനെ ആ കാര്യത്തിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഈ പ്രാവശ്യത്തെ ടീം എവരി മിനിറ്റ് കൗണ്ട്സ് എന്നാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷാഘാതം വന്നാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, ഷമീമിനെ പോലെയുള്ള ഡോക്ടർമാരുടെ അടുത്ത് അവരെ എത്തിക്കുക എന്നതാണ്. അതാണ് എവരി മിനിറ്റ് കൗണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ തീർച്ചയായും വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ് ഷമീം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുന്ന പേഷ്യൻസ്, രോഗികൾ, ഇപ്പോൾ അദ്ദേഹം നൽകുന്ന മരുന്നിനേക്കാളും അവരുടെ രോഗത്തെയും മാനസിക സംഘർഷത്തെയും ഒക്കെ ഭേദമാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് എന്നതുകൂടി ഞാൻ ഇവിടെ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുനവർ ഡാനിഷ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. IMA പ്രസിഡന്റ് രേഖ റൈ രോഗികൾക്കുള്ള പ്രത്യേക സന്ദേശം നൽകി. ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഇസ്മായിൽ ഫവാസ് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഡോക്ടർ ജ്യോതി നായക്, ഡോക്ടർ ഫവാസ്, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല സിദ്ദിഖ് ദണ്ഡഗോളി എന്നിവർ സംസാരിച്ചു. ആശുപത്രി CEO രഞ്ജിത്ത് TP സ്വാഗതവും COO AV കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 29 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഉപ്പള KSEB സബ് എഞ്ചിനീയർ സെബാസ്റ്റ്യനെ ആദരിച്ചു. ഉപ്പള വ്യാപാരി ഭവനിൽ സംഘടിപ്പിച്ച യോഗത്തിലാണ് ആദരവേകിയത്. ഉപ്പള വ്യാപാരി ഭവനിൽ ചേർന്ന യോഗത്തിൽ 29 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സബ് എഞ്ചിനീയറായ സെബാസ്റ്റ്യനെ ആദരിച്ചു. ഇലക്ട്രിക്കൽ കോൺട്രാക്ടർമാരായ സൂപ്പർ ഹമീദ് ബന്ദിയോട്, മുഹമ്മദ് ഇന്ദിക്കാബ്, KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ നന്ദഗോപൻ, ജയൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അനീഷ്, ഷൈജു കേളന്ദ്ര എറണാകുളം, KEEC INTUC കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഗോപകുമാർ, ഷാഹുൽ ഹമീദ്, സുനിൽ മാന്ദ്ര, മോഹനൻ മാസ്റ്റർ, സുരേഷ് എറണാകുളം എന്നിവർ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് ഹരിപുരം സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു. CH കുഞ്ഞമ്പു MLA അംഗൻവാടി നാടിന് സമർപ്പിച്ചു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ ഹരിപുരം അംഗൻവാടിക്ക് നിർമ്മിച്ച പുതിയ കെട്ടിടം CH കുഞ്ഞമ്പു MLA നാടിന് സമർപ്പിച്ചു. കുട്ടികളെ വളരെ മനോഹരമായി പരിചരിക്കുന്ന സ്ഥാപനങ്ങളാണ് അംഗൻവാടികളെന്നും അംഗൻവാടികൾ സ്മാർട്ടാകുന്നതിലൂടെ കൂടുതൽ കുട്ടികളെ അവിടേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും MLA പറഞ്ഞു. അംഗൻവാടി ആരംഭിക്കുന്ന കാലത്ത് 80കളിലൊക്കെ ആരംഭിക്കുന്ന കാലത്ത് 30-40 കുട്ടികളുണ്ടായിരുന്നു അംഗൻവാടികൾ. അന്ന് നമുക്ക് നഴ്സറി സ്കൂളില്ല, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളൊന്നും നാട്ടിലില്ല. കുട്ടികൾ ഒരു 3-3.5 വയസ്സാകുമ്പോൾ അമ്മമാർ അംഗൻവാടിക്ക് വിടും. അംഗൻവാടിയിൽ അന്ന് ഇത്ര വലിയ പോഷകാഹാരങ്ങൾ കിട്ടിയിരുന്നില്ല. എന്നാലും അംഗൻവാടികൾക്ക് വിടുക എന്നതാണ്. 10-40 കുട്ടികളുണ്ടാവും. നല്ല രസമുണ്ടാകും അംഗൻവാടി കാണാൻ. കൊച്ചു മക്കളുടെ 10-40 കുട്ടികൾ ഒക്കെ നമുക്ക് അമ്മമാരും വരും കൂടെ. ഇന്ന് എത്തി പല സ്ഥലങ്ങളിലും കുട്ടികൾ കുറഞ്ഞു എന്ന് പറയുന്ന അർത്ഥം അറിയാം. നമ്മുടെ സമൂഹത്തിൽ തന്നെ കുട്ടികൾ കുറഞ്ഞു വരുന്നു എന്നാണ് ഒന്ന്. ഉള്ള കുട്ടികളെ അംഗൻവാടിയിൽ വിടുന്നതിന് പകരം അവരെ ഏതെങ്കിലും അൺഎയ്ഡഡ് സ്കൂളുകളുടെ ഭാഗമായ നഴ്സറി സ്കൂളുകളിലേക്ക് വിടുന്നതാണ്.
കുട്ടികളുടെ പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി വനിതാ ശിശു വികസന വകുപ്പും പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തും കൈകോർത്ത് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 27.70 ലക്ഷം രൂപ ചിലവഴിച്ച് ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് സ്മാർട്ട് അംഗൻവാടി നിർമ്മിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് A കാർത്തിയായനി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിദ റാഷിദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ കുഞ്ഞികൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രൻ കരിച്ചേരി, ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ ജിജി ജോൺ, ശിശു വികസന പദ്ധതി ഓഫീസർ K ബീന, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി അർജുൻ ബാലൻ സ്വാഗതവും ICDS സൂപ്പർവൈസർ TV ലേഖ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പടന്നക്കാട് വലിയ വീട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. പടന്നക്കാട് വലിയ വീട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. പൊട്ടൻ തെയ്യം, രക്തചാമുണ്ടി, കമ്മാടത്ത് ഭഗവതി, കുണ്ടാർ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തരാണ് പടന്നക്കാട് വലിയ വീട് തറവാട് കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, പടന്നക്കാട്. മൂലക്കണ്ടം ശ്രീ ഗുളികൻ ദേവസ്ഥാനം ഗുളികൻ ദൈവ മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ഗുളികരാജൻ ദൈവത്തിന്റെ അനുഗ്രഹം തേടി നിരവധി ഭക്തജനങ്ങളാണ് ദേവസ്ഥാന സന്നിധിയിൽ എത്തിയത്. മൂലക്കണ്ടം ശ്രീ ഗുളികൻ ദേവസ്ഥാനം ഗുളികൻ ദേവ മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. ഗുളികൻ ദൈവം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഗുളികരാജൻ ദൈവത്തിന്റെ അനുഗ്രഹം തേടി നിരവധി ഭക്തജനങ്ങളാണ് ദേവസ്ഥാന സന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, മാവുങ്കാൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ സൈ ഹണ്ട്. കാസർഗോഡ് ജില്ലയിൽ വ്യാപക പരിശോധന. 38 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 38 പേർ പിടിയിൽ. സുഭാഷ് ഷെട്ടി കൊലക്കേസ് 11 PFI നേതാക്കളെ പ്രതികളാക്കി NIA കുറ്റപത്രം സമർപ്പിച്ചു. വലിയ പറമ്പ് ഇടയിലക്കാട്ടെ സ്വയം സംരംഭകന്റെ ആത്മഹത്യ. ചിലരുടെ ഇടപെടലാണ് പിതാവിന്റെ മരണത്തിനുള്ള സാഹചര്യമൊരുക്കിയതെന്ന് മക്കൾ. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ. വിദ്യാനഗർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ തൊഴിൽ പൊലിമ മെഗാ തൊഴിൽ മേള ശനിയാഴ്ച. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം AK ആന്റണിയുടെ പദ്ധതിയെന്ന പ്രതിപക്ഷവാദം തെറ്റെന്ന് മന്ത്രി KN ബാലഗോപാൽ. എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നും മന്ത്രി.
ജില്ലാ പഞ്ചായത്തിന്റെ വികസന സെമിനാർ പടവുകൾ 2025 ചെർക്കളയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ സവിശേഷതയുള്ളതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കാസർഗോഡ് മത്സ്യബന്ധന തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നേരിട്ടെത്തി അവലോകനം ചെയ്തു. ജീവനക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മന്ത്രി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.